ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ ഒന്നാമത്തെ ആലിൻ എന്നാണ്. ആലിൻ എന്ന് പറഞ്ഞാൽ ലൗഡ്, ഉറക്കെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ആദ്യത്തെ വെക്കാബുലറിയിൽ ആലിൻ എന്ന് പറഞ്ഞാൽ ഉറക്കെ, ഗോലിനല്ല ആലിനാണ് കേട്ടോ. ഇവിടെ ഉദാഹരണം ബി സൗത്തിൻ ആലിൻ, എ ലൗഡ് വോയിസ്, ലൗഡ്ലി, എന്താ വലിയ ശബ്ദത്തിൽ, ഉച്ചത്തിൽ എന്നൊക്കെ പറയാം. മുഖദ്ദസുൻ നമുക്കറിയാം എന്താ, ഹോളി, മുഖദ്ദസുൻ, ഖദ്ദസ, മുഖദ്ദസുൻ. ഇസ്ഹാലുൻ എന്ന് പറഞ്ഞാൽ എന്താ വയ്ക്കുക, ഡയർഹിയ. ഡയർഹിയ എന്ന് പറഞ്ഞാൽ എന്താ, ഈ മറ്റേ ലൂസ് മോഷൻ ഇല്ലേ, അതാ തോന്നുന്നുണ്ട് അല്ലേ, അല്ലേ അതന്നെ. ഡയറിയ, ഡയറിയ എന്നല്ലേ പറയാ, ഡയറിയ എന്നല്ലേ പറയാ. ടീച്ചറെ നമ്മളെ ഈ ആലിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വില കൂടിയാന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആലിനാണ് കേട്ടാ. കുത്തുണ്ടല്ലേ ആലിന്. ഓയിന്, ഇത് ആയിന്, ഓയിൻ ആയിൻ. ഹിസ്വത്തു എന്ന് പറഞ്ഞാൽ പീരീഡ്, ദ ഡ്യൂറേഷൻ ഓഫ് ദ ലെസൺ ഇൻ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. പാഠത്തിനിടയ്ക്കൊക്കെ ഉള്ള ആ ഒരു പീരീഡ്, ആ ഒരു ഡ്യൂറേഷൻ, ഒരു ക്ലാസ്സിൻ്റെ പീരീഡ്, ഒരു പീരീഡ് എന്നൊക്കെ പറയില്ല അത്. അതിൻ്റെ ബഹുവചനം ഹിസ്വസുൻ. ഇജ്തിമാ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, അതിൻ്റെ ബഹുവചനം ഇജ്തിമാഅത്തുൻ. അരീക്കത്തുൻ കൗച്ച്, സോഫ. അറായിക്കു മംനൂമിന സർഫാണ്, മഫായിലു. നായിലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പ്, ഹദീസിലൊക്കെ വന്നിട്ടില്ലേ നായിലുനൊക്കെ, ഖുറാനിലും ഉണ്ട് അല്ലേ. മറ്റേ മൂസാ നബിനോട് ചെരുപ്പ് അഴിക്കാൻ നിയാലുനാണ് ഇതിൻ്റെ ബഹുവചനം. അജീറു എന്ന് പറഞ്ഞാൽ ഹയർലിംഗ്, ലേബറർ, അതായത് കൂലിക്കാരൻ. ഉജറാഉ, ഉജറാഉ, അത് മംനൂമിന സർഫ് അല്ലേ, അതെ. ഉംലത്തുൻ എന്ന് പറഞ്ഞാൽ കറൻസി, ഉമലാത്തുൻ, ഉംലത്തുൻ ഉമലാത്തുൻ, കറൻസികൾ. സിവാറു എന്ന് പറഞ്ഞാൽ ബ്രേസ്ലെറ്റ്, അതിൻ്റെ ബഹുവചനം അസ്വീറത്തുനുണ്ട്, അസാവിറുണ്ട്. ദൗലത്തു എന്ന് പറഞ്ഞാൽ രാജ്യം, സ്റ്റേറ്റിനെയും പറയും ദൗലത്ത്, ഇമാറാത്ത്, ദൗലത്തുൽ ഇമാറാത്ത് എന്നൊക്കെ പറയാറില്ല, സ്റ്റേറ്റ്. ദുവലുനാണ് ഇതിൻ്റെ ബഹുവചനം. അടുത്തത് മബുലഉൻ. മബുലഉൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മണി, പൈസൻ്റെ ഒരു ആകത്തുക, എമൗണ്ട്. മബാലിഗു അതിൻ്റെ ബഹുവചനം. നുസ്ഖത്തു എന്ന് പറഞ്ഞാൽ കോപ്പി, നുസഖുനാണ് അതിൻ്റെ ബഹുവചനം. അൽ മസദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിറ്ററലി മീനിങ് പാം ഫൈബർ, ഈന്തപ്പന നാര്. 111 സൂറത്ത്. റഖമുൻ എന്ന് പറഞ്ഞാൽ നമ്പർ, അതിൻ്റെ ബഹുവചനം അർഖാമുൻ. മുറാഅത്തുൻ എന്ന് പറഞ്ഞാൽ കൺസിഡറിങ്, ബെയറിങ് ഇൻ മൈൻഡ്, പരിപാലിക്കുക, എന്താ പറയുക, കൺസിഡറിങ്, എന്താ പറയുക, ബെയറിങ് ഇൻ മൈൻഡ്. എന്താ നമ്മൾ ലെസണിൽ വന്നാൽ നോക്കിയിട്ട് പറഞ്ഞത് കേട്ടോ, എവിടെയാണ് വന്നപ്പോൾ നോക്കട്ടെ. അനുസരിക്കുക, പരിപാലിക്കുക, അങ്ങനെ എന്താണ്, ഒരൊറ്റ മിനിറ്റ് കേട്ടോ. പരിഗണിക്കുക അതന്നെ. ലഹബ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം, അതായത് ജ്വലിക്കുന്ന തീന്നൊക്കെ അർത്ഥം ലഹബ്. അബൂ ലഹബ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി മീൻ ആൻഡ് മാൻ ഓഫ് എ ഫ്ലെയിം, അതായത് ജോല, യെസ്, ജോലയുടെ മനുഷ്യൻ. അത് നിക് നെയിം ഓഫ് അബു അൽ ഉസ്സ, അബ്ദുൽ ഉസ്സ, അബ്ദുൽ ഉസ്സ എന്നാണ് ശരിക്കും അബൂ ലഹബിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ നിക് നെയിമാണത്, കുനിയത്താണ്, വിളിപ്പേര്. ദ അങ്കിൾ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹി വാസ് സോ നെയിം ഫോർ ഹിസ് റെഡി കോംപ്ലക്ഷൻ. അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഒരു രൂപമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കളറ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ചുവന്ന ഒരു തരം ഒരു നിറം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത് കേട്ടോ. പിന്നെ ഹുനൂദുൻ, ഇന്ത്യൻസ്, അതിൻ്റെ ബഹുവചനം ഹിന്ദിയും. നുത്തുഖുൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം, പ്രൊണൗൺസിയേഷൻ. മല ഉണ്ണനാൽ കൗൺസിലിംഗ് ഓഫ് എൽഡേഴ്സ്, അതായത് വലിയ ആൾക്കാരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ കോട്ടിയേഴ്സ് എന്നറിയില്ലേ, എന്താ പറയാ, പ്രമാണിമാരായിരിക്കും. അംലാഉൻ. ബുർഹാൻ എന്ന് പറഞ്ഞാൽ പ്രൂഫ്, എവിഡൻസ്. ബറാഹീനുമാണ് അതിൻ്റെ ബഹുവചനം. ഫുസ്ഹത്തു എന്ന് പറഞ്ഞാൽ ടീ ബ്രേക്ക് ബിറ്റ്വീൻ ലെസൺ ആൻഡ് സ്കൂൾ. ഫുസഹുൻ, ഫുസഹാത്തുനൊക്കെ അതിൻ്റെ ബഹുവചനമാണ്. ഇലാഹുൻ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ.
ഡയറ്റി. അതിൻ്റെ ആലിഹത്തിനാണ് അതിൻ്റെ ബഹുവചനം. കിലാഹുമ എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് ദം, അവർ രണ്ടുപേർ. അതിൻ്റെ ഫെമിനിൻ പറയുമ്പോൾ കിൽത്താഹുമ. ഇനി മുസന്ന എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ദ്വിവചനം. മഖാലു എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ എസ്സേ എന്നൊക്കെ പറയാം. ഇൻ എ ന്യൂസ് പേപ്പർ, ഒരു മാഗസിനിലൊക്കെ ഒരു ആർട്ടിക്കിൾ എന്ന് പറയില്ലേ, മഖാലാത്തുനാണ് അതിൻ്റെ ബഹുവചനം. നഹ്വു എന്ന് പറഞ്ഞാൽ സിൻടാക്സ്, സ്റ്റഡി ഓഫ് ദി സെൻറ്റൻസ് സ്ട്രക്ചർ, വാചക ഘടനയുടെ പഠനം. സർഫ് എന്ന് പറഞ്ഞാൽ മോർഫോളജി, സ്റ്റഡി ഓഫ് ഫോം ഓഫ് ദ വേർഡ് അല്ലേ, വേർഡ്സ് എന്നാണോ, വാക്കുകളുടെ രൂപങ്ങളുടെ പഠനം. മറ്റേത് സെൻറ്റൻസിൻ്റെ രൂപങ്ങളുടെ പഠനം. അതന്നെ വെർബ് എന്നല്ലേ പറയാ, സർഫിനെ അറിയില്ല. എന്തായാലും ദാനിക്ക എന്ന് പറഞ്ഞാൽ ദോസ് ടു, അവർ രണ്ടുപേർ. ഫെമിനിൻ താനിക്ക. ഇൻസിറാഫ് എന്ന് പറഞ്ഞാൽ ലീവിങ് സ്കൂൾ, ഇൻസിറാഫുൻ ടു ഗോ ഹോം, സ്കൂൾ വിട്ടു പോരുക, ഇൻസിറാഫുൻ. ഫാക്കിഹത്തുൻ ഫ്രൂട്ട്, ഫവാക്കിഹത്തിൻ്റെ ബഹുവചനം. ഷാഹിദുൻ വിറ്റ്നസ്, ഷുഹദാഉ അതിൻ്റെ ബഹുവചനം സാക്ഷികൾ. ഗമ്മദൽ ഐനൈനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ണുകൾ അടച്ചു. യുഗമ്മിദു എന്ന് പറഞ്ഞാൽ അടക്കുന്നു, തഗ്മീലൻ അടക്കൽ. ജലഅ ടു ടേക്ക് ഓഫ് ദ സാൻഡൽ, ചെരുപ്പ് ഊര. ജലഅൻ നഅലൈനി രണ്ട് ചെരുപ്പുകൾ ഊരി അഴിച്ചു. ഞാൻ ഈ വാക്കേ കണ്ടിട്ടില്ല. ഖലഅൻ നഅലൈനി അല്ലേ, യഖ്ലഉ മറ്റേ ചെരുപ്പ് അങ്ങനെ അഴിക്കുന്നു. ഞാനത് കണ്ടിട്ടേ ഇല്ല കേട്ടോ, നോക്കാം. സഹബ നിങ്ങൾ പഠിച്ചു അല്ലേ, വിഡ്രോ ചെയ്യുക, മണി പിൻവലിക്കാം. യസ്ഹബു സഹബ. തബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പെരിഷ് അറിയാലോ, ടു ബി നശിക്കട്ടെ, ഒരു ശാപ പ്രാർത്ഥനയാണ് തബ്ബ. യതിബ്ബു തബ്ബൻ. കഫ എന്ന് പറഞ്ഞാൽ മതിയാകുന്നു, ടു ബി നഫ്. സഫിസ് സഖ്ഫി കിഫായത്തൻ മതിയായത്. എന്നാണ് നഷ്ടപ്പെട്ടു, ടു ബി ലോസ്. ലയാനാണല്ലേ, ലയാനല്ല അല്ലേ, ശരി. ഒരെണ്ണം കൂടി ഉണ്ട്, രണ്ടെണ്ണം കൂടി ഉണ്ട്, അല്ല രണ്ടെണ്ണല്ല. റഫഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർത്തി, ടു റൈസ്. യർഫ ഉയർത്തുന്നു, റഫ്അൻ ഉയർത്തൽ. റഫ എന്നാണ് ഉയർത്തുക എന്നൊക്കെയാണ് അർത്ഥം. അഅത നൽകി, യുഅതി നൽകുന്നു, ഇഅതാഅൻ നൽകൽ. ഈ അഅത ഡീറ്റെയിൽ സ്റ്റഡി കുറേ അടുത്ത ഇതിൽ കുറേ ഉണ്ട്. ദോബത്ത എന്ന് പറഞ്ഞാൽ ദോബത്ത എന്ന് പറഞ്ഞാൽ വോക്ക്, വോബറൈസ്ഡ് ഹർക്കത്ത് നൽകുക. യദുബിതു ദോബത്തൻ. ജന്നത്തു എന്ന് പറഞ്ഞാൽ തോട്ടം, ജനാത്തുൻ തോട്ടങ്ങൾ. ഉക്കുലുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ വായിച്ച ആയത്തത് കിൽത്തൽ ജന്നത്തേനി ആത്തത് ഉക്കുലഹ. നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് തോട്ടങ്ങൾ, അത് അതിൻ്റെ ഫലങ്ങൾ നൽകി എന്നൊക്കെ പറയുന്നത്. ബോത്ത് ഓഫ് ദ ഗാർഡൻസ് ഫോർ ഫെയർ പ്രൊഡ്യൂസ്. അപ്പോൾ കഴിഞ്ഞു. ഇനി ഇതിലെ ഒരു മിനിറ്റ് കേട്ടോ, ഈ പോയിന്റ് റിമെമ്പറിൽ നമ്മൾ പറയാത്ത രണ്ട് കാര്യം കൂടി ഉണ്ട് കേട്ടോ, പറഞ്ഞിട്ടില്ല. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ കില കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കേട്ടോ, അതിലുണ്ട് പറയാത്തതുണ്ട്. എന്നാന്നറിയോ, 8-ാം തീയതി ഇട്ടിട്ടുള്ളതിൽ 5-ാമത്തെ കേട്ടാ, കിൽത്ത കഴിഞ്ഞിട്ട് ഞാൻ 5-ാമത്തെ പറഞ്ഞിട്ടില്ല. 8 മിനിറ്റ്. നമുക്ക് ലെസൺ എടുത്തിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ അത്തായ എഴുത്തിയില്ലേ, അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ 5-ാമത്തേത്. അത്തായ എഴുത്തിന്റെ അമ്രുഫോമാണ് ഈത്തി. ഈത്തി എന്നാണ് അതിൻ്റെ അമ്രുഫോം. അതിൻ്റെ ഒറിജിനൽ എത്തി എന്നായിരുന്നു. അപ്പം 2 ഹംസ, ഇഫ് 2 ഹംസാസ് മീറ്റ്,
രണ്ട് ഹംസകൾ കൂട്ടിമുട്ടിയാൽ ദ ഫസ്റ്റ് ഹാവിങ് വവൽ ഒന്നാമത്തേതിന് ഹർക്കത്ത് ഉണ്ടാവുകയും ചെയ്തു. സെക്കൻഡ് ഹാവിങ് രണ്ടാമത്തേതിന് ഹർക്കത്തില്ല, അതായത് സുക്കൂനാണ്. എത്തി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനാണല്ലോ. സുക്കൂനാവുകയും ചെയ്താൽ ദ സെക്കൻഡ് ഹംസ ഈസ് ഒമിറ്റഡ്, രണ്ടാമത്തെ ഹംസ കളയപ്പെടും. ആൻഡ് ദ വവൽ ഓഫ് ദ ഫസ്റ്റ് ഒന്നാമത്തേതിൻ്റെ ഹർക്കത്തിന് ഗെറ്റ് കോമ്പൻസേറ്ററി ലെങ്തനിങ്, അതിന് പകരമായിട്ട് ഇത് നീട്ടും. എത്തി എന്ന് പറഞ്ഞാൽ ആത്തി എന്നാകും. അതേസമയം എത്തിയാണെങ്കിൽ ഈത്തി, ഉത്തിയാണെങ്കിൽ ഊത്തി, അങ്ങനെ വരും കേട്ടോ. അക്കോർഡിംഗ് ടു ദിസ് റൂൾ, ഈ നിയമം അനുസരിച്ച് എത്തി ബിക്കംസ് ഈത്തി, എത്തി എന്തായി മാറും? ഈത്തി എന്നായി മാറും. ബട്ട് ഇഫ് ദ വേർഡ് ഈസ് പ്രൊസീഡഡ് ബൈ അനദർ വേർഡ്, പക്ഷേ ആ വാക്കിന് മുൻപ് അല്ലെങ്കിൽ ആ വാക്ക് ഉദ്ദേശിച്ചത് ഇവിടെ ലെറ്ററാണ് കേട്ടോ, ആ അക്ഷരത്തിന് മുൻപ് മറ്റൊരു അക്ഷരം അല്ലെങ്കിൽ വാക്ക് തന്നെ വന്നാൽ, അതായത് എത്തി കണ്ടില്ലേ, അങ്ങനെ വന്നാൽ ദ ഫസ്റ്റ് ഹംസ ഈസ് ഒമിറ്റഡ്, ആദ്യത്തെ ഹംസ കളയപ്പെടും. ബിക്കോസ് ഓഫ് ദ ഹംസത്തുൽ വസൽ, ഹംസത്തുൽ വസൽ കാരണം കൊണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? And the second Hamza returned because of the no more meeting of two Hamzas. Confusion ഉണ്ട് അത്? അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ അതാ ചോദിക്കണത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഈ രണ്ടാമത് പറഞ്ഞ റൂളിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആദ്യത്തെ അതായത് നിങ്ങൾക്ക് ആദ്യത്തെ മനസ്സിലായില്ലേ, രണ്ട് ഹംസ തമ്മിൽ വന്നു. അപ്പോൾ എത്തി എന്നായപ്പോൾ നമ്മൾ അത് എന്തായി, അതിൻ്റെ റൂള് പ്രകാരം ഫസ്റ്റത്തെ ഹംസക്ക് കെസറയുണ്ട്, സെക്കൻഡ് ഹംസക്ക് സുക്കൂനുണ്ട്. അപ്പോൾ ഈ ഹംസനെ എന്തായി, അതിൻ്റെ കെസറയുടെ മാച്ച് ആയിക്കൊണ്ട് ആക്കി മാറ്റി മറിക്കപ്പെടും. അത് ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്, അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞത് ഇനി അതിന് മുൻപ് ഒരു വാക്ക് വന്നിരിക്കും. ഫഅത്തി പറഞ്ഞില്ലേ, നമ്മൾ ഇബ്രാഹിം നബിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ ഫഅത്തി പറഞ്ഞില്ലേ, ഫഅത്തി എന്ന് വെച്ചാല് അതാണ് അതിന്റെ റൂളാണ് അവിടെ പറയുന്നത് കേട്ടാ. അതിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ആദ്യത്തിൻ്റെ റൂള് നമുക്ക് ക്ലിയർ ആയി. രണ്ടാമത്തെ പറഞ്ഞത് ഫഅത്തി വന്നത് എങ്ങനെയാണ്, ഈത്തി എന്നുള്ളത് ഫഅത്തി ആയത് എങ്ങനെയാണെന്നാണ് പറയണത്. ആദ്യത്തത് ഈത്തി എന്നല്ലായിരുന്നു, എത്തി എന്നുള്ളത് എത്തിയായിരുന്നു. അതെന്തായി, ഇതിനെ മാച്ചായിക്കൊണ്ട് ഇത് കളഞ്ഞിട്ട് ഈത്തിയാക്കി, അത് നമുക്ക് ഓക്കെയാണ്. രണ്ടാമത്തെ പറഞ്ഞത് ഫഅത്തി വരാൻ കാരണം എത്തിയായിരുന്നു, അത് ഇങ്ങനെ വന്നപ്പോൾ എത്തിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഫ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇതിനെയാണ് കളഞ്ഞത്. മനസ്സിലായ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇത് കളഞ്ഞിട്ട് ഇതിന് ഹർക്കത്തിന് മാച്ചായത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഫ വത്തി എന്നൊക്കെ പറയുമ്പോൾ, കൂട്ടി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, ഏതിനെ കളഞ്ഞത്? ഹംസത്തുൽ വസലിനെയാണ് കളഞ്ഞത്. ഓക്കെ, ഹംസത്തുൽ വസലിനെയാണ് കളഞ്ഞത്. ക്ലിയർ ആയോ? ഫഅത്തി വന്നത് മനസ്സിലായോ? നമ്മൾ കളഞ്ഞത് ആദ്യം കളഞ്ഞത് ഹംസത്തുൽ ഖതഅനെയാണെങ്കിൽ രണ്ടാമത് കളഞ്ഞത് ഹംസത്തുൽ വസലിനെയാണ് കേട്ടോ. അതാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇതാക്കണോ ഇത് പറയുന്നു, ഓക്കെ, ബിക്കോസ് ദ ഹംസത്തുൽ വസൽ എന്താ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ദ പറഞ്ഞു, ഇഫ് ദ വേർഡ് ഈസ് പ്രൊസീഡഡ് ബൈ അനദർ വേർഡ്, അത് ബുക്ക് എടുക്കട്ടെ, 8-ാം തീയതി ലെറ്ററിൽ ഇഫ് ദ വേർഡ് ഈസ് പ്രൊസീഡഡ് ബൈ അനദർ വേർഡ്, മറ്റൊരു വാക്കുമായിട്ട്, പക്ഷെ അത് ആ വാക്കിന് മുൻപ് മറ്റൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ഹംസ ഈസ് ഒമിറ്റഡ്,
ഫസ്റ്റ് ഹംസയാണ് കളയുക, അതായത് ഹംസത്തുൽ വസ്ലാണ് കളയുക. ബിക്കോസ് ഇറ്റ് ഈസ് ഹംസത്തുൽ വസൽ, കാരണം അത് ഹംസത്തുൽ വസലാണ്. ഹംസത്തുൽ വസൽ നമ്മൾ കൂട്ടി ഓതുമ്പോൾ പാരായണം ചെയ്യാൻ പാടില്ല എന്നാണല്ലോ ഹംസത്തുൽ വസലിൻ്റെ റൂള്. ഇതൊക്കെ അപ്പം എന്ത് ചെയ്യും? ദ സെക്കൻഡ് ഹംസ റിട്ടേൺ, രണ്ടാമത്തെ ഹംസ തിരിച്ചു വരുന്നു. ബിക്കോസ് ദർ ഈസ് നോ മോർ മീറ്റിംഗോ, അപ്പോൾ രണ്ട് ഹംസ തമ്മിൽ കൂട്ടിമുട്ടലില്ലല്ലോ, അതുകൊണ്ട് രണ്ടാമത്തെ ഹംസ തിരിച്ചു വരുന്നു. നൗ ദ അംർ നൗ വഅതി ആൻഡ് ബിക്കം, അല്ലെങ്കിൽ ഫഅതി എന്നായി മാറും. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ റിട്ടേൺ, അത് എങ്ങനെ എഴുതപ്പെടും? ഫഅതി വഅതി, ഇറ്റ് ഷുഡ് ഹാവ് ബീൻ റിട്ടേൺ. ഇത് ഹംസത്തുൽ വസൽ, ബട്ട് ഇങ്ങനെയല്ല എഴുതാം. എന്താ പറയുക? ബട്ട് ദ ഒമിറ്റഡ് സോ ദാറ്റ് ദ അലിഫ് ഡസ് നോട്ട് അപ്പിയർ ദ സൈഡ് ബൈ സൈഡ്. അതായത് ഇങ്ങനെ രണ്ട് അലിഫുകൾ അടുത്തടുത്തായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹംസ എഴുതൂലാന്ന്, എഴുത്തിലും ഉണ്ടാവൂലാന്ന്, അതാണ് പറഞ്ഞത് കേട്ടോ. അത് മനസ്സിലായിട്ടായിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഉച്ചാരണത്തിലൊക്കെ വേറെ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ആ സൂറത്തില്ലേ, ഏതാ സൂറത്ത്, നമ്മുടെ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ പറഞ്ഞ സൂറത്ത് ഇതാണ്, ഏതാ? ഖാഫിലെ 46 അഹ്ഖാഫില് തൂരി കണ്ടോ? ഇവിടെ കണ്ടോ? ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖു മിനൽ അർളി അം ലഹും ശിർകുൻ ഫിസ് സമാവാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഓതുക? ഈ തൂനി ബി കിതാബിൻ, ഈ തൂനി എന്നാണ് ഓതുക. കാരണം നമ്മൾ എങ്ങനെ ഓതുന്നത്? ഈ തൂനി, കാരണം ഹംസക്ക് കെസറ കൊടുക്കുന്നു. ഈ തൂനി, അങ്ങനെയല്ല നമ്മൾ സമാവാതി തൂനി എന്ന് പറയാം. കൂട്ടി ഓതുമ്പോൾ സമാവാതി തൂനി, സമാവാതി തൂനി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹംസ ഉച്ചരിച്ചു. ആദ്യത്തെ ഹംസ വസലിൻ്റെ ഹംസ ആയതുകൊണ്ട് ഓത്തിലില്ല. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ സമാവാത് ഈ തൂനി, കണ്ടോ? ഈ തൂനി ഉണ്ടല്ലോ, ഈ തൂനി സുബറുൽ ഹദീദ്. ഓക്കെ, വേറെ സുഹൃത്ത് ഇപ്പം ഞാൻ നോക്കണില്ല. അപ്പം ഇത് മനസ്സിലായിട്ടല്ലോ അല്ലേ? ഇനി പറഞ്ഞത് നിങ്ങൾ ബുക്ക് 5 പഠിച്ച്, എന്താ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹാ ഹുവദാ പഠിച്ചു അല്ലേ നമ്മൾ? എന്ത്? ഹാദാ ഹുവ എന്നാണ്. ഹാദാ ഹുവ, ഇതാ ഇവിടെ, ഇവിടെ ഇതാ എന്ന് പറയുന്ന ഹാദാ ഹുവ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നുകൂടി ഇതാക്കി പറയാൻ വേണ്ടിയിട്ട് ഈ തൻബീഹിൻ്റെ, അതായത് അറ്റൻഷൻ കിട്ടാനുള്ള വാക്ക് ആദ്യം പറഞ്ഞിട്ട് ഈ ഇസ്മുൽ ഇഷാറ ലാസ്റ്റിൽ കൊടുക്കും, ഹുവന നടുവിൽ കൊടുത്തിട്ട് ഹുവന ഇടയിൽ കയറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാ ഹുവദാ, ഹിയർ ഇറ്റ് ഈസ്, ദാ ഇവിടെ, ഇവിടെ ഇതാ എന്നൊക്കെ പറയും. ഹിയർ ഹി ഈസ്, ദാ ഇവൻ ഇവിടെ എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ തന്നെ പറയാൻ പറ്റും ഹാ ഹുമാ ദാനി, ഹാ ദാനി ഹുമ എന്നാണ് പറയുന്നത്. എന്താക്കും? ഈ ഹുമനെ ഇടയിൽ കയറ്റും. ഈ തൻബീഹിൻ്റെ ലെറ്ററിന് ശേഷം ഇത് കയറ്റിയിട്ട് പിന്നെ ഇസ്മുൽ ഇഷാർ വരും. ഹാ ഹുമദാനി, എൻ്റെ ഫെമിനിനാണ്. ഹാ ഹുമതാനി എന്ന് പറയും എന്നാണ് പറയുന്നത്. ഇനി ഹാ ഉലായിയും പറയാൻ പറ്റും. എങ്ങനെയാ? ഹാ ഹും, ഹാ ഉലായി ഹും എന്നാണ് വരേണ്ടത്. അതിൽ ഈ ഹാ തൻബീഹിൻ്റെ ഹാ ആദ്യം കൊടുത്ത് പിന്നെ ഹും നടുവിൽ കയറ്റി പിന്നെ ഉലായി എന്നുള്ള ഇസ്മുൽ ഇഷാറ പിന്നെ ഇട്ടു. ഹാ ഹും ഉലായി, ഫെമിനിൻ പ്ലൂറിൽ ഹാ ഉന്ന ഉലായി, അങ്ങനെ പറയാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഐന ബിലാലുൻ, ബിലാൽ എവിടെ? ഹാ ഹുവദാ, ഇതെവിടെ, അവൻ ദാ എവിടെ എന്നുള്ള പറയുന്നല്ലേ. അടുത്ത നോക്കിയാൽ ഐന ബിലാലുൻ ഹാമിദുൻ, ബിലാലും ഹാമിദും എവിടെയാണ്? ഹാ ഹുമദാനി. അടുത്തത് ഐന ബിലാലുൻ വ അഖ്വാഹു, ബിലാലും അവൻ്റെ സഹോദരന്മാരും എവിടെ? ഹാ ഹും ഉലായി. ഇനി ഐന മറിയമു, മറിയം എവിടെ? ഹാ ഹിയദി. ഇതേപോലെ തന്നെ ഫെമിനിൻ രണ്ടുപേരൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ. അപ്പം ഇനി അതിനുണ്ട് കേട്ടോ, ഒരു പേജ്. അടുത്ത പേജിൽ പറയുന്നത് എന്താ? ഐന മറിയമു ആമിനത്തു, മറിയമും ആമിനയും എവിടെയാണ്? ഹാ ഹുമാ താനി, ഹിയർ ദേ ആർ, ഇതാ അവർ രണ്ടുപേർ. ഐന മറിയമു വ ഉഖ്തഹാ, മറിയമു വ എന്താ ഉഖ്താഹ. ഓഹോ, ഉഖ്താനിയാണല്ലേ, രണ്ട് സഹോദരിമാരും അല്ലേ? ഓ, ഞാനും വിചാരിച്ചു എന്താ ഫതഹാന്ന്. ഐന മറിയമു വ ഉഖ്താഹ, മറിയമും രണ്ടു മറിയമും സഹോദരന്മാരാണോ ഉദ്ദേശിച്ചത്? അഖവാത്തുൻ,
അല്ല അഹവ സഹോദരിമാർ, ആ കുഴപ്പമില്ല. സഹോദരിമാർ. ബഹുവചനം ഇട്ടിട്ട് കുഴപ്പമില്ല, ബഹുവചനം ഇട്ടിട്ട് കുഴപ്പമില്ല കേട്ടാ. ഇവിടെ ഡ്യുവലാണ് ഇട്ടുള്ളത്, അതായാലും കുഴപ്പമില്ല, കാരണം എന്തായാലും എല്ലാം ബഹുവചനമായി വരും. ഹ ഉന്ന ഉല ഈ ദാ ഇതാ വർ, അതായത് ഇവിടെ അതിന് ഇബ്രാഹിമു ഇബ്രാഹിം. ഇബ്രാഹിം എവിടെ എന്ന് പറയുമ്പോൾ ഇബ്രാഹിമാണ് മറുപടി പറയണത്. ഹ അനദാ, ഞാൻ ദാ ഇവിടെ എന്നറിയില്ലേ, ഇതാ ഞാൻ എന്നറിയും. അയിന ഇബ്രാഹിമും സുമലാഹു, ഇബ്രാഹിമും അവൻ്റെ സഹപാഠികളും എവിടെ. ഹാ നഹ്നുല, ഇതാ ഞങ്ങൾ ഇവിടെ. ഓക്കെ, ഇതാ ഞങ്ങൾ എന്നൊക്കെ പറയാം. അയിന ഫാത്തിമത്തു, ഫാത്തിമ എവിടെ. ഫാത്തിമയാണ് മറുപടി കൊടുക്കുന്നത്. ഹാ അനദീ, കണ്ടോ, ഹാ അനദീ, ഞാൻ ദാ ഇവിടെ, ഞാൻ ദാ ഇതാ. അടുത്ത അതിനെ ഫാത്തിമത്തു വസമീലാത്തുഹ, ഫാത്തിമയും അവളുടെ സഹപാഠികളും എവിടെ. ഹാ നഹ്നു ഉലായി, ഇതാ ഞങ്ങൾ ഇവിടെ. ഹാ നഹ്നു ഉലായി, ഹാ ഉലായി കൊടുക്കാം. പിന്നെ ഹാദിഹി വരുമ്പോൾ, അപ്പോൾ അങ്ങനെ ഹാദിഹി ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ പമീറിനെ കയറ്റിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി പാടമാണ് അല്ലേ. പാടം എടുക്കാനുള്ള ടൈമുണ്ടോ നോക്കട്ടെ, 5 മിനിറ്റ് കൂടെ എടുക്കാം. ദർസു റാബിഉ, ഖാലൽ മുദരിസു, അധ്യാപകൻ ചോദിച്ചു. ഐന കലമായ, വേർ ഇസ് മൈ 2 പെൻ, എൻ്റെ 2 പേനകൾ എവിടെയാണ്. ബിസൗത്തിൻ ആലിൻ, ഇപ്പോൾ ആലിൻ കണ്ടില്ലേ. ബിസൗത്തിൻ ആലിൻ, ഉയർന്ന ശബ്ദത്തിൽ. ബിസൗത്തിൻ ആലിൻ, ഉയർന്ന ശബ്ദം. അറഅയ്തും ഖലമയ്യ യാ ഇഖ്വാനു. ലെസൺ നമ്പർ 4 അല്ലേ. എന്താ പറഞ്ഞത്. സഹോദരങ്ങളെ നിങ്ങൾ എൻ്റെ 2 പേനകൾ കണ്ടോ. സഹോദരങ്ങളെ നിങ്ങൾ എൻ്റെ 2 പേന കണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലേ. ഹാവ് യു സീൻ മൈ 2 പെൻ ഓ ബ്രദേഴ്സ്. ഇവിടെ ഐന ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇൻ ഖബർ. ഖലമ മുബ്തദഅ മുഅഖർ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന വഹുവ മുദാഫ് അൽ യാഉ യാ മുതകല്ലിം മുദാഫുൻ ഇലൈഹി. അല്ലെങ്കിൽ ദമീർ, എങ്ങനെ പറയാം. ടീച്ചറെ അതിനൊക്കെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇതില്. അതുകൊണ്ടാണ് ഖബർ അങ്ങനെ കൂടിയിട്ട് എങ്ങനെ പറയാന്ന് അറിയില്ല, നോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇസ്മുൽ ഇസ്തിഫാം മബനി അല്ലേ, മബനി ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. പക്ഷെ നമ്മൾ ഇപ്പോൾ ലർഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നസ്മിൻ്റെ പറയണ്ടേ. റഫിൻ്റെ മഹലല്ലേ ഇത്. ഫി മഹല്ലി റഫ്ഇൻ, റഫിൻ്റെ മഹലല്ലേ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നണം അല്ലേ. ഫി മഹല്ലി മുബ്തദയും ഖബറും നമ്മൾ പറയണത്. ഫി മഹല്ലി റഫ്ഇൻ ഖബർ. കലമ മുബ്തദഅ മുഅഖർ. മുബ്തദഅ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന വഹുവ മുളാഫ് യാ മുളാഫിൻ ഇലൈഹി. ബിസൗത്തിൻ ആലിൻ, ഉയർന്ന ശബ്ദത്തിൽ. ബിസൗത്തിൻ അൽ ബാഉ ഹർഫു ജർറിൻ മബനിയുൻ അലൽ കസ്രി. സൗത്തിൻ ഇസ്മുൻ മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ. ബിസൗത്തി ജാറുൻ വ മജ്റൂറുൻ. ആലിൻ എന്നുള്ളത് സൗത്തിൻ എന്നതിൻ്റെ നായത്താണ്. ഇതൊക്കെ ആലിൻ ആലിന്നായിരിക്കണം അല്ലേ. അത് ബദലല്ല, തൻവീന്. അതെ, അതൊക്കെ ഒരു ആലോചിക്കണില്ല. ശരി, അടുത്തത് അറഅയ്തു ഹംസത്തുൽ ഇസ്തിഫ്ഹാം അല്ലേ. ഹംസത്തുൽ ഇസ്തിഫ്ഹാമിയ അല്ലെങ്കിൽ ഹർഫുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. റഅയ്തും ഫിഅലുൻ മാളിൻ മബനിയുൻ അലൽ സുകൂനി. തും ضمير متصل مبني على السكون في محل رفع مبتدأ. قلم مفعول به منصوب. علامة رفعه هنا رياض. ടീച്ചറെ അവിടെ തുമ്മെന്നുള്ളത് ഫായിലല്ലേ. ഫായിൽ നേരത്തേക്ക് പറഞ്ഞ മഫൂൽ ബിഹി പറഞ്ഞ അല്ല മുബത്തദ പറഞ്ഞ പോലെ തോന്നി. ശരി, ഓക്കെ. വേറെ
പണി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മനസ്സിൽ ഇത് പോയിക്കണം. ഫീൽ മാലി മബനിൻ അല സുക്കൂനി തുംഫായിലാണ് കേട്ടോ. ഓക്കെ. ഇനി പിന്നെ ഇതിലാണ് ചിന്ത വരുന്നത് കലമാനി എന്നല്ലേ, കലമൈനി എന്നല്ലേ, കലമൈനി പ്ലസ് യാമുത്ത കലിമല്ലേ അല്ലേ, രണ്ട് പേന. നിങ്ങൾ രണ്ട് പേന കണ്ടു എന്നല്ലേ പറയണത്. അപ്പോൾ കലമയ്യ, അപ്പോൾ എന്താ പറയുക, കലമൈ നൂനിനെ കളഞ്ഞ് കലമൈ പ്ലസ് യാമുത്തക്കലി. കറക്റ്റ് ആയില്ലേ? കലമൈ പ്ലസ് യാമുത്തക്കലി, കലമൈനി എന്നല്ലേ പറഞ്ഞ മഫൂൽ ബിഹി അല്ലേ ഇത്. അപ്പോൾ അപ്പൊ കലമയ്യി എന്ന് പറയോ? എങ്ങനെ കലമൈനി എന്നാണ് പറയേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഫൂലും ബിഹി. അപ്പം നൂനിനെ കളഞ്ഞ് എന്തുകൊണ്ട്, ഇലാഫ് ഉള്ളത് കൊണ്ട്, മുലാഫായിട്ടല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് മഫൂലും ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽയാഉ ലിഅന്നഹു മുസന്ന വഹുവ മുലാഫ് അൽയാഉ മുലാഫിൻ ഇലൈഹി മജ്റൂറുൻ ട്ടോ. യാ ഹർഫുൻ ഇദാ ഇഖ്വാനു മുനാദ. അപ്പം ഖാല മാജിദുൻ, മാജിദ് പറഞ്ഞു ഹാ ഹുമ ദാനി യാ ഉസ്താദു, ഉസ്താദേ ഇതാ അത് രണ്ടും ഇവിടെ എന്ന് പറഞ്ഞു. ഹാ ഹുമ ദാനി യാ ഉസ്താദു, ഉസ്താദേ ഇതാ രണ്ടും ഇവിടെ. ഹാ എന്നുള്ളത് ഹർഫു തൻബീഹ് മബനിയുൻ അല സുകൂനി ലാ മഹല്ല ലഹു മിനൽ ഇഅ്റാബി. പിന്നെ ഹുമാ എന്നുള്ളത് ضمീറുൻ മുൻഫസിൽ അല്ലേ, ഹുമ ضمീറുൻ മുൻഫസിലുൻ മബനിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫ്ഇൻ മുബ്തദഉൻ ദാനി اسم الإشارة مبني على السكون في محل رفع خبر. هما ذاني يا حرف نداء مبني على السكون لا محل له من الإعراب. أستاذ منادى منصوب على منادى مبني على الضم في محل نسب محلിലാണ്. അടുത്തത് ഇത് ടെസ്റ്റിലുള്ളതാ ടീച്ചറെ, എനിക്ക് കിട്ടിയില്ല അത്. അതെ, ഹാ എന്നുള്ള തൻബീഹാണ്, ഹർഫാണ്. ഹുമ എന്നുള്ളത് മുബത്തദയാണ്, ദാനി എന്നുള്ളത് ഖബറാണ് കേട്ടോ. പാടാണ് ഫാത്തിമത്തെ വായിക്കണേ. പുതിയ ലെസൺ 10 9 തെറ്റിയോ എൻ്റെ? ഞാൻ ഇല്ല ടീച്ചർ തെറ്റിയിട്ടില്ലേ? ഫാത്തിമത്താക്കത് കിട്ടിയിട്ടില്ല പറയേ. എനിക്ക് തെറ്റിയിട്ടുണ്ട്, എൻ്റെ തെറ്റിയിട്ടില്ലേ? തെറ്റിയിട്ടുണ്ട്. ഞാൻ വായിക്കണ പാഠം 4 പിന്നെ പ്രസന്റ് ചെയ്യുന്നത് വേറെയാണ് അല്ലേ. ഞാൻ അതെ, അതെന്താ ഫാത്തിമത്താക്ക് എന്താ പറ്റിയെന്ന് അറിയോ? ഫാത്തിമത്ത പ്രസന്റിങ്ങിൽ നോക്കിയിരുന്നിട്ടാ. ഞാൻ പ്രസന്റ് നോക്കിക്കൊണ്ടിരുന്നു. പ്രസന്റിലല്ലേ, നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കിക്കോളിട്ടോ. എന്റെ തെറ്റിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പുസ്തകം നോക്കണതേ. നമുക്ക് ലെസൺ അടുത്ത 10 അല്ലേ? ലെസൺ 9, ഫാത്തിമത്താടെ ബുക്കിൽ 9. ഞാന് പ്രസന്റിങ്ങില് ഞാൻ ഇപ്പൊ നോക്കിയ പ്രസന്റിങ്ങിലും ലെസൺ നമ്പർ 3, ഞാൻ വായിക്കണ ലെസൺ നമ്പർ 4. ഇത്രയും സമയം ടീച്ചർ 4 പറഞ്ഞിട്ട് 4 വായിക്കല് തുടങ്ങിയത്. 4 തന്നെ വായിക്കണം. ഞാൻ വായിക്കുന്നത് പ്രസന്റിങ്ങിൽ നിന്നല്ല, ഞാൻ എന്റെ ബുക്കിൽ നിന്നാണ് വായിക്കണത്. അതുകൊണ്ട് എനിക്ക് അവിടെ തെറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പ്രസന്റ് ചെയ്യണത് നോക്കിയിരിക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മൈനാക്കലാമെന്നെ. അപ്പൊ ഞാൻ അതാണ് ഓക്കെ. എന്താ പറയുന്നത്? ഹുമാ തഹ്ത ഹഖീബത്തിക, ഹുമാ തഹ്ത ഹഖീബത്തിക. അവ രണ്ടും എന്താ പറയുന്നത്? ഹുമാ തഹ്ത ദീസ് ആർ ബോത്ത്, അല്ലെങ്കിൽ ദേ ബോത്ത് ആർ അണ്ടർ യുവർ ബാഗ്. അവ രണ്ടും താങ്കളുടെ ബാഗിൻ്റെ അടിയിലാണ്. അവിടെ മറ്റേ ഇത് മനസ്സിലായില്ലല്ലേ? കലമയ്യ നമ്മളൊരിക്കൽ പറഞ്ഞതാണ് കേട്ടാ. എന്തായിരുന്നു? കലമാനി പ്ലസ് യാമുത്തക്കലിം. യാമുത്തക്കലിമിൻ്റെ 2 അവസ്ഥകളുണ്ടായിരിക്കും. ഒന്ന് യാമുത്തക്കലിമിൻ സുക്കൂനുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറയുക, എൻ്റെ പേന എന്ന് പറയുമ്പോൾ കലമുൻ പ്ലസ് യാമുത്തക്കലിം കലമീ, എൻ്റെ പേന അല്ലേ. ഒരവസ്ഥ അതാണ്. കലമീ എന്ന് പറഞ്ഞാൽ എൻ്റെ പേന, ഹഖീബത്തി ബൈത്തി. അപ്പം യാക്ക് എന്താ സുക്കൂനായിരിക്കും, യാ ഉസാക്കിന. പിന്നെ യാക്ക് ഫതഹ വരുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അതാണ് ഇത്. അവിടെയാണ് എന്താ പറയുക, കലമായ എൻ്റെ 2 പേനകൾ. ഓക്കെ. അപ്പോൾ പിന്നെ അത് രണ്ടും അനുവദനീയ സന്ദർഭങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ മായി എന്നൊക്കെ പറയില്ലേ, മയ്യാന്നും പറയാം മയീന്നും പറയാം. ഇന്നമ മയി എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയും. മാത്രം പറയുള്ളൂ.
മായി എന്നും പറയും, മയ്യ എന്നും പറയും. മയ്യ എന്നോടൊപ്പം, മൈ എന്നോടൊപ്പം. ഇവിടെ ഈ കലമാനി പ്ലസ് യാമുത്തക്കല്ലിം വരുമ്പോൾ കലമായ, അവിടെ ഫതഹ മാത്രമേ പാടുള്ളൂ. കലമാനി അവിടെ മുലാഫായിട്ട് വരുമ്പോൾ നൂനിനെ കളഞ്ഞു. അപ്പോൾ ഇത് കലമാ. പിന്നെ ശ്രദ്ധ ഇല്ല അല്ലേ? ശ്രദ്ധ ഉണ്ടോ? കലമയ്യക്ക് ശ്രദ്ധ ഉണ്ടല്ല. കലമാനി അവിടെ പോയോ? കലമായ. കലമായയുടെ കാര്യം പറയണം കേട്ടോ, ഇവിടുത്തെ അല്ല. കലമായ അവിടെ ശ്രദ്ധയില്ല. കലമായ. പിന്നെ അത് കലമാനി പ്ലസ് യാമുത്തക്കല്ലിമാണ് കലമായ. ഓക്കെ, കലമാനി പ്ലസ് യാമുത്തക്കല്ലിമിലേക്ക് ചേർത്തപ്പോൾ എൻ്റെ 2 പേനകൾ എന്ന് പറയുമ്പോൾ കലമായ. അത് ഇനി നെസ്ബിൻ്റെയും ജെറിൻ്റെയും അവസ്ഥ വരുമ്പോൾ കലമൈനി പ്ലസ് യാമുത്തക്കല്ലിമാണ് കലമയ്യ, ശ്രദ്ധ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. പിന്നെ ഹുമാ തഹ്ത ഹഖീബത്തിക, അവിടെ ഹുമാ എന്നുള്ളത് ളമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അല സുകൂനി ഫീ മഹല്ലി റഫിൻ മുബത്തദ. തഹ്ത എന്നുള്ളത് ളർഫ് മക്കാനുൻ മബ്നിയുൻ അല്ല, ളർഫ് മക്കാനുൻ മൻസൂബുൻ വഹുവ മുളാഫ്. ഹഖീബത്തി മുളാഫുൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർരിഹി അൽ കസ്റത്തു ളാഹിറ വഹുവ മുളാഫ്. അൽ കാഫു ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ ഫതഹി ഫീ മഹല്ലി ജർരി മുളാഫുൻ ഇലൈഹി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നിർത്താം കേട്ടോ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഓക്കെ.